2025 ഒടുക്കവും 2026 തുടക്കവും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പ് വർഷമാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായാലും നിയമസഭയിലേക്കായാലും നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ തങ്ങളുടേതായ ജനപിന്തുണ ഉറപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടെ നിരന്തരമായ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയും യൂത്ത് കോൺഗ്രസിൻ്റെയും KPCCയുടെയും ഒക്കെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തുകയും ഇപ്പോൾ നിലവിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയായ ശ്രീ T. സിദ്ദിഖാണ്. നമസ്കാരം. നമസ്കാരം. താങ്കളെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളിൽ മുഴുവൻ വലിയ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി എല്ലാ കാലത്തും ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് അതിൽ നിന്നൊരു ചെറിയ ഇടവേള ലഭിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ താങ്കൾക്ക് കൂടുതലായി താങ്കളുടെ മണ്ഡലത്തിൽ കൽപ്പറ്റയിൽ കൂടുതൽ സമയം വിനിയോഗിക്കാനായിട്ട് സമയം ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വ്യക്തിപരമായി താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്ന്, ഞാൻ സർവകലാശാല സെനറ്റ് മെമ്പർ, KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ്, കോളേജ് യൂണിയൻ ചെയർമാൻ, ആ തലത്തിൽ നിന്ന് വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റുമായി, അത് കഴിഞ്ഞ് KPCC ജനറൽ സെക്രട്ടറി, പിന്നെ KPCCയുടെ വൈസ് പ്രസിഡൻ്റായി, പിന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി. ഇപ്പോൾ ഞാൻ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൻ്റെ MLA എന്ന രീതിയിൽ എൻ്റെ പരമാവധി എഫർട്ട് ഏതെല്ലാം തലത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാമോ, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ, അതിനു വേണ്ടതായ പ്രവർത്തനങ്ങൾ പരമാവധി കോർഡിനേറ്റ് ചെയ്ത് പോകാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഇടവേളയാണ്. ഞാൻ ആ ഇടവേളയെ സ്വാഗതം ചെയ്യാനും ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ നിയോജകമണ്ഡലത്തിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. ആ സമയമാണ് എനിക്കൊരു ബ്രേക്ക് സംഘടനാ രംഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സമീപനം, ഏത് ഉത്തരവാദിത്തമാണോ എന്നെ ഏൽപ്പിക്കുന്നത് ആ ഉത്തരവാദിത്തം മാക്സിമം എഫർട്ട് എടുത്ത് അതിൻ്റെ കൂടെ നിർവഹിക്കുക, നിൽക്കുക എന്നതാണ്. ആ ഒരു സമീപനത്തിൻ്റെ ഭാഗമായി സംഘടനാ രംഗവും അതുപോലെ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം, ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്നതിൽ വലിയ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് ശ്രീ സണ്ണി ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള പുതിയ ടീം വന്നത്. അപ്പോൾ താങ്കളെ അടക്കം ഒരു രാഷ്ട്രീയകാര്യ സമിതി ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായ ഒരു തീരുമാനമായിരിക്കുമോ? അത് പറയാം. അപ്പം ഞാനുണ്ടെങ്കിൽ എല്ലാം പോസിറ്റീവാണ്, ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ അപകടവും മുഴുവൻ പ്രളയവുമാണ് എന്ന് പറയുന്ന രീതി ശരിയല്ല. ഞാൻ പ്യൂർലി ഒരു സംഘടനാ പ്രവർത്തകനാണ്. എന്നെ ഇതുവരെ എത്തിച്ചത് എൻ്റെ സംഘടനയാണ്. എൻ്റെ വെൽത്ത് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തകന്മാരാണ്. അവരുമായിട്ടുള്ള ബന്ധമാണ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. എന്നെ ഞാനാക്കിയതും ഞാൻ ഇവിടെ നിൽക്കുന്നതും ഒരു കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടാണ്. പാർട്ടി തീരുമാനിക്കുന്നു എന്നോട് ഈ ദൗത്യം ചെയ്യാൻ, ഞാൻ ആ ദൗത്യം ചെയ്യുന്നു. ഇപ്പൊ പാർട്ടി പറഞ്ഞു എന്നോട് പുതിയ ടീം വരുന്നു, ടോട്ടൽ ചേഞ്ചാണ്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് പൂർണ്ണ ഹൃദയത്തോടു കൂടി സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന സമയത്ത് എല്ലാം കറക്റ്റ് ആണെന്നും ഞാൻ മാറുന്ന സമയത്ത് ഇതിൽ വലിയ കുഴപ്പമാണെന്നും പറയുന്ന രീതി നിർബന്ധമായും എല്ലാവരുടെ മാനസികാവസ്ഥയും അതിൽ നിന്ന് മാറണം. ചേഞ്ച് ഉണ്ടാകേണ്ട സമയത്ത് ചേഞ്ച് വേണം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലൂടെ, ഇപ്പോൾ ലോക്കൽ ബോഡി, സാധാരണ പാർട്ടി പ്രവർത്തകന് പഞ്ചായത്ത് മെമ്പർ ആവാൻ, അവന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആവാൻ, അവനെ ജില്ലാ പഞ്ചായത്തിലേക്ക് കടന്നു വരാൻ, കോർപ്പറേഷൻ മുനിസിപ്പൽ മേഖലയിലേക്ക് വരാൻ ഉള്ള ഏറ്റവും വലിയ അവസരമാണ്. ഒരു പാർട്ടിയുടെ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഒരു വിലയിരുത്തലാണ് ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി നല്ല രീതിയിൽ എന്നെക്കാൾ പ്രവർത്തിക്കാൻ കഴിയുന്നതായ ഒരു ടീമിനെ ദേശീയ നേതൃത്വം കണ്ടെത്തി. ആ കണ്ടെത്തിയതിനെ പൂർണ്ണമായും അതിനെ അഭിവാദ്യം ചെയ്യുന്നു. ആ ടീമിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചാണ് ഞങ്ങളൊക്കെ പോകുന്നത്. താങ്കൾ തീർത്തും പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ എല്ലാവിധ പിന്തുണയും പുതിയ KPCC നേതൃത്വത്തിനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഉടനെ ശ്രീ K. സുധാകരൻ അദ്ദേഹം പല മാധ്യമങ്ങൾക്ക് ഊഴം വെച്ച് അഭിമുഖങ്ങൾ നൽകുന്നത് നമ്മൾ കണ്ടു. അതിൽ അദ്ദേഹത്തിൻ്റെ പരസ്യമായ അതൃപ്തി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കേന്ദ്രങ്ങളിലും അദ്ദേഹം പ്രകടിപ്പിച്ച അതൃപ്തി
ആ KPCC നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയ മറ്റെല്ലാ നേതാക്കളുടെ ഒരു പൊതുവായ അഭിപ്രായമായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടതായി കണ്ട്. അവർ അതൃപ്തി താങ്കൾ അടക്കമുള്ള വ്യക്തികൾ ഇല്ല എന്നാണ് താങ്കൾ തീർത്തും പറയുന്നത്. എനിക്ക് യാതൊരു അതൃപ്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സന്ദർഭം ഞാൻ ഇപ്പോൾ 3.25 വർഷത്തോളമായി പിന്നെ കെ സുധാകരൻ KPC പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അനൗൺസ് ചെയ്യപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റാണ് ഞാൻ. ഇത്ര കാലം അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് കേരളത്തിൻ്റെ പല ജില്ലകളിലും ഉത്തരവാദിത്തങ്ങൾ എടുത്ത് പ്രവർത്തിച്ചതായ ഒരു പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്. നിശ്ചയമായും ഒരു ദിവസം ഞാൻ ഇതിൽ നിന്ന് മാറിക്കൊടുക്കണം. ആ ബോധ്യം എനിക്കുണ്ടാവണം, ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെ ചേഞ്ച് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് വളരുകയുള്ളൂ. പൊതുസമൂഹത്തിന് മുമ്പിൽ എല്ലാ കാലത്തും ഒരേ ലീഡർഷിപ്പ് ആണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഇതിൽ എത്ര പ്രവർത്തകന്മാരുണ്ട്, എത്ര ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ട്. പക്ഷേ ഒരാളും വെറുതെ നിൽക്കേണ്ടി വരില്ല. ഒരിടത്ത് നിന്ന് മാറ്റിയാൽ മറ്റൊരിടത്ത് പ്ലേസ് ചെയ്യപ്പെടും. ബഹുമാന്യനായ ശ്രീ കെ സുധാകരൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതായ വർക്കിംഗ് കമ്മിറ്റിയിലെ പെർമനന്റ് ഇൻവൈറ്റിയാണ്, സ്ഥിരം ക്ഷണിതാവാണ്. അദ്ദേഹം ഇതിൻ്റെ കോൺഗ്രസിന്റെ ഏറ്റവും അപ്പെക്സ് ബോഡിയിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ചെറിയ രീതിയിലുള്ളതായിരിക്കുന്ന പ്രയാസം പോലും ഉണ്ടാകേണ്ട സാഹചര്യമല്ല അദ്ദേഹത്തിനുള്ളത്, എനിക്കുള്ളത്, കോൺഗ്രസ് പ്രവർത്തകന്മാരായ ആളുകൾക്കുള്ളത്. താങ്കൾ പറഞ്ഞ ഒരു അഭിപ്രായത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും ഈ ഒരു KPCC പുനഃസംഘടന നടക്കുന്ന വേളയിൽ അവർ അല്പം കൂടി പക്വത കാണിക്കണമെന്ന് പറഞ്ഞു. ആ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ ഒരു അവസരത്തിൽ കൂടി നമ്മൾ നോക്കി കാണുമ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെന്റിലുള്ള ഒരു കാര്യം കൂടെ ബോധ്യപ്പെടുത്തി പറയാനാകും. ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി നിലമ്പൂരിൽ. നല്ല സ്ഥാനാർത്ഥിയാണ് ശ്രീ ഷൗക്കത്ത്, പ്രഗത്ഭ പൊതുപ്രവർത്തകനാണ്. ട്രൈബൽ മേഖലയിൽ അദ്ദേഹത്തിന് നല്ല അനുഭവ സമ്പത്തുണ്ട്, മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട്, സഹകരണ മേഖലയിൽ അനുഭവ സമ്പത്തുണ്ട്, സാംസ്കാരിക പ്രവർത്തനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ വെക്കാൻ പറ്റുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഷൗക്കത്ത്. മാത്രമല്ല, ഞങ്ങൾക്ക് ഇന്ന് നിയമസഭയിൽ മിസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ ആര്യാടൻ മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തിന്റെ അസംബ്ലി പ്രൊസീഡിങ്സ് പല സമയത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബഡ്ജറ്റ് ഡിസ്കഷൻ പ്രതിപക്ഷത്താണെങ്കിൽ ഭരണപക്ഷത്താണെങ്കിലും ഓപ്പൺ ചെയ്യുന്നതിൽ ഒരാൾ ആര്യാടൻ സാർ. അദ്ദേഹത്തിന്റെ ആ ഡിബേറ്റുകളൊക്കെ ഞങ്ങൾ വായിക്കാറുണ്ട്. ഞാൻ MLA ആയ ഉടനെ ഞാൻ നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചോദിച്ച്, ഞാൻ അന്ന് നോട്ട് ചെയ്തതായിരിക്കുന്ന നോട്ട് പോലും എൻ്റെ കയ്യിൽ ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ചു. അദ്ദേഹത്തെ സന്ദർശിച്ച വേള എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സൂക്ഷിക്കണം, എന്തൊക്കെ ഒരു ബില്ല് പ്രസന്റ് ചെയ്യുന്ന രീതി, ആ ബില്ലിന് നമ്മൾ കൊടുക്കേണ്ട വിയോജിപ്പ്, ആ വിയോജിപ്പിൽ ശക്തരൻ കൗൾ അടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പറയേണ്ടതായിരിക്കുന്ന സമീപനം, അവിടെ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം പഠിക്കണം, ഒരു വലിയ ഉപദേശം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, ആര്യാടൻ സാർ ഇല്ലാത്തതായ നിയമസഭയിൽ ആര്യാടൻ സാറിനെ ഷൗക്കത്തിലൂടെ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഷൗക്കത്ത് കൊള്ളാവുന്ന പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം വലിയ വോട്ടിന് നിലമ്പൂരിൽ ജയിക്കും. 25,000 ആവറേജ് അറൗണ്ട് ഭൂരിപക്ഷത്തിന് അവിടെ UDF ജയിക്കും. അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആലോചിക്കണം, രാഹുലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ചോദിച്ചത്. കോൺഗ്രസ് പ്രവർത്തകന്മാർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ നോക്കിക്കണ്ട് മനസ്സിലാക്കണം. അതിന് 2 ആളുകൾ പ്രധാനമായും അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ഷൗക്കത്ത്, 2 ജോയ്. രണ്ടും പ്രഗത്ഭന്മാരാണ്. VS ജോയ് KSU പ്രസിഡന്റ് ആയിരുന്നു, KP സെക്രട്ടറി ആയിരുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള DCC പ്രസിഡന്റാണ്. 38ാമത്തെ, എനിക്ക് തോന്നുന്നു 34ാമത്തെ വയസ്സിൽ ആര്യാടൻ സാറ് മലപ്പുറത്തിന്റെ DC പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് ആര്യാടൻ സാർ 34ാമത്തെ വയസ്സിൽ. 36ാമത്തെ വയസ്സിൽ ജോയ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മലപ്പുറത്തിന്റെ. അപ്പോൾ ആര്യാടൻ സാറുമായി ജോയിയുടെ സ്ഥാനലബ്ധിക്ക് വരെ സാമ്യതയുണ്ട്. ഒരു കൊള്ളാവുന്ന പൊതുപ്രവർത്തകനാണ്. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ ജോയ് പറഞ്ഞ വാക്കുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ ഹീറോ ജോയിയാണ്. അതിന് കാരണം ജോയ് പറഞ്ഞത്, നിങ്ങൾ പത്രപ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ എത്ര ശ്രമിച്ചാലും
കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോക്ക് പറഞ്ഞ് വേദനിപ്പിക്കാൻ എന്നെ കിട്ടില്ല. ആ വാക്ക് പറയാൻ അതിൻ്റെ നിശ്ചയദാർഢ്യം, അതിൻ്റെ ഒരു ഉൾക്കരുത്ത് സീനിയർ നേതാക്കന്മാരും മറ്റുള്ള ആളുകളൊക്കെ പല സമയത്ത് കരഞ്ഞുപോയവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഒരു സമയത്തെ അഭിമുഖീകരിക്കാൻ അവിടെ സംഘടനാപരമായി അതിനെ കൃത്യതയോടുകൂടി വിവരിച്ച് UDF വിജയത്തെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാനുള്ള വഴി പ്രദാനം ചെയ്യാൻ ജോയ് എന്ന് പറയുന്ന മിടുക്കനായ പൊതുപ്രവർത്തനം സാധിച്ചു. ഇതൊക്കെ മെസ്സേജാണ്. അത് സീനിയർ എന്ന് പറയുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല. ഞാൻ രാഹുലിനെ പറഞ്ഞതിനോട് ആഡ് ചെയ്യാം, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും മാതൃകയാണ് ജോയ് എടുത്തിരിക്കുന്ന സമീപനം. ജോയ് എന്ന ചെറുപ്പക്കാരൻ എടുത്ത സമീപനം എല്ലാവർക്കും പാഠമാണ്. അവിടെ ഷൗക്കത്തിന്റെ വിജയം, കോൺഗ്രസിന്റെ UDF വിജയം, പിണറായിസത്തിന്റെ പരാജയം, 2026 UDF വരണം എന്നുള്ള ആഗ്രഹം, അതിനുവേണ്ടി കേസുകളിൽപ്പെട്ട, അതിനുവേണ്ടി കൊല ചെയ്യപ്പെട്ടവരെ വീണ്ടും കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്ത് പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് കേസ് നടത്തുന്ന ഈ ഗവൺമെന്റ് ജനവിരുദ്ധമായ നയം സ്വീകരിക്കുന്ന ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള പൊതു അജണ്ട, ആ അജണ്ടയുടെ അപ്പുറം വ്യക്തിപരമായിട്ടുള്ള ഒരു സ്ഥാനവും പ്രസക്തമല്ല എന്നുള്ള സമീപനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് മാതൃകയായി ജോയ് മാറി എന്നുള്ളത് അത് എല്ലാ ആളുകൾക്കുമുള്ള ഗുണപാഠമാണ്. രാഹുൽ പറഞ്ഞതിനെ കുറച്ചുകൂടെ വിശാല അർത്ഥത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ജോയിയുടെ കാര്യമായാലും ഇപ്പോൾ താങ്കളാണെങ്കിൽ പോലും ഒരിക്കലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവന നിങ്ങളുടെ ഒന്നും ഭാഗത്തു നിന്ന് വരാറില്ല. പക്ഷേ താങ്കൾ അടക്കമുള്ള KPCC നേതൃത്വം കഴിഞ്ഞ 4 വർഷം മുമ്പ് അധികാരത്തിലേറുമ്പോൾ KPCCയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ശ്രീ K. സുധാകരൻ അന്ന് പറഞ്ഞൊരു വാചകം, ഈ പാർട്ടിയെ ഞാനൊരു സെമി കേഡർ സമ്പ്രദായത്തിലേക്ക് മാറ്റുമെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ഈ പറയുന്ന പോലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവനകളിലേക്ക് പോകുന്നില്ലെങ്കിലും പൂർണ്ണമായും ആ പാർട്ടിയെ ഒരു സെമി കേഡർ തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പാർട്ടിക്ക് ഈ പറഞ്ഞ നേതൃത്വത്തിന് കഴിയാതെ പോയി എന്നൊരു പൊതുചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതിനെ ഈ പാർട്ടിക്കുള്ളിൽ എല്ലാ കാലത്തും നിൽക്കുന്ന ഒരു ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒരു കീറാമുട്ടി ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നതായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? രണ്ട് ആംഗിളിൽ ഈ ചോദ്യത്തെ എടുക്കണം. ഒന്ന്, സെമി കേഡർ എന്ന് പറയുന്ന സുധാകരൻ മുമ്പോട്ട് വെച്ച, ബഹുമാന്യനായ മുൻ KPCC പ്രസിഡന്റ് മുമ്പോട്ട് വെച്ച ആശയം അതൊരു എല്ലാവർക്കും തൃപ്തികരമായൊരു ആശയമായിരുന്നു. സെമി കേഡർ എന്നുള്ളത് പട്ടാളച്ചിട്ട എന്നുള്ളതല്ല, ഒരു ഡിസിപ്ലിൻഡ് ഓർഗനൈസേഷണൽ മൂവ്മെന്റ് എന്നാണ് അതിനെ നമുക്ക് വിവക്ഷിക്കാൻ പറ്റിയ. മുകളിൽ മുതൽ താഴെ വരെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം പാർട്ടിയിലുണ്ടാണ്. പട്ടാളച്ചിട്ടയല്ല. കേഡർ എന്ന് പറയുന്നത് പട്ടാളച്ചിട്ടയാണ്. അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചേ മൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെയല്ല. ഇതിൽ ഒരു മിനിമം തലത്തിലുള്ള ഡിസിപ്ലിൻ സിസ്റ്റത്തിൽ ഉണ്ടാകണം. അത് ആഗ്രഹിച്ച് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, പല മേഖലകളിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ ആശയം അടക്കം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്തം പുതിയ ടീം എന്ന രീതിയിൽ സണ്ണി വക്കീലും അദ്ദേഹത്തിന്റെ ടീമും നിർവഹിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ജാതി സമവാക്യങ്ങൾ സന്തുലിതമാക്കാനും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് അടർന്നു മാറിപ്പോയ ചില വിഭാഗങ്ങളുടെ വോട്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഈ KPCC പുനർസംഘടനയിലൂടെ നടന്നതെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനോടുകൂടി ഈ മാറ്റത്തിന് ചേർത്ത് വെക്കാനൊരു സാഹചര്യം കൂടി ഇല്ലേ ഇപ്പോൾ കേരളത്തിൽ? ജാതീയമായിട്ടും മതപരമായിട്ടും കോൺഗ്രസ് പുനഃസംഘടനയെ ചുരുക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് നേതൃത്വം എപ്പോഴും കാണുന്നത് എന്താ? കോൺഗ്രസ് നേതൃത്വം എപ്പോഴും കാണുന്നത് സംഘടനാപരമായിട്ടുള്ള ക്രെഡിബിലിറ്റി. ഈ പുതിയ സമയം സംഘടന ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന വലിയ ചാലഞ്ചസ്, അത് നേരിടാനുള്ളതായിരിക്കുന്ന കരുത്ത്. 3, കേരളത്തിന്റെ സാമൂഹ്യ തലം. ആ സാമൂഹ്യ തലത്തിൽ വിള്ളൽ വീഴ്ത്താൻ UDF ഇതര ശക്തികൾ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുക. അങ്ങനെ തുടങ്ങിയ എല്ലാ തലങ്ങളും ആലോചിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. ഞാനതിൽ പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള KPCC അധ്യക്ഷനെയാണ് കോൺഗ്രസ് പാർട്ടി കിട്ടിയിട്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. മലയോര മേഖലയിൽ നിന്ന് ഇതുവരെ KPCCയുടെ അധ്യക്ഷന്മാർ കടന്നു വന്നിട്ടില്ല. മലയോര മേഖലയിൽ നിന്ന് കടന്നു വരുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് സണ്ണി ജോസഫ്.
ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥ കൂടെ പറയാം. അദ്ദേഹം വയനാട്ടിൽ മാനന്തവാടിയിൽ അദ്ദേഹത്തിൻ്റെ തറവാട്ട് സ്ഥലത്ത് കുട്ടിക്കാലം ചെലവഴിച്ച ആളാണ്. കപ്പ നടാൻ, നെല്ല് നടാൻ, നെല്ല് കൊയ്യാൻ, കപ്പ പറിക്കാൻ, അത് പറിച്ച് ചോലിലേറ്റി കൊണ്ടുപോകാൻ ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു കർഷകന്റെ വിഷമവും പ്രയാസവും വിയർപ്പിന്റെ ഉപ്പുരസമൊക്കെ അറിയുന്ന ഒരാളാണ്. ചൂടത്ത് പണിയെടുത്ത് കപ്പയും തോളിലേറ്റി കൊണ്ടുപോകുമ്പോൾ ചെമലിൽ തൊലി പോയതിൻ്റെ അനുഭവം അദ്ദേഹം എന്നോടൊരു യാത്രാമധ്യം വിവരിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസിന് ഒരു അധ്യക്ഷൻ വരിക, അധ്വാനിക്കുന്നവന്റെ, കർഷകന്റെ, വേദന അനുഭവിക്കുന്ന മലയോര കർഷകന്റെ, വന്യമൃഗശല്യം, ആക്രമണം ഉൾപ്പെടെ നേരിടുന്ന ഒരു മേഖലയിൽ നിന്ന് ഒരു കോൺഗ്രസ് പ്രസിഡന്റ് വരികയാണ്. അതും അനുഭവത്തിന്റെ ഒരു വലിയ കരുത്തുള്ള ഒരു വലിയ മനുഷ്യൻ. അത് വളരെ പോസിറ്റീവ്. അതിന്റെ റിസൾട്ട് കേരളത്തിലുണ്ടാവും. അദ്ദേഹത്തിന്റെ കൂടെ പിറകിൽ സഹോദരന്മാരായി ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളതിനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. സണ്ണി വക്കീൽ ഹൈ സെക്യുലർ ക്രെഡൻഷ്യൽ ഉള്ളതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. സണ്ണി ജോസഫ് വക്കീലിന്റെ നാവിൽ നിന്ന് എപ്പോഴെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഹിതകരമല്ലാത്തതായ ഒരു വാക്ക്, മതപരമോ ജാതീയമോ ആയിട്ടുള്ള ഒരു വാക്ക് ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല, കേരളത്തിന്റെ പൊതുമണ്ഡലം കേട്ടിട്ടില്ല. ആ സെക്യുലർ ഔട്ട്ലുക്കും സെക്യുലർ ക്രെഡൻഷ്യലും സെക്യുലർ ബേസും ഉള്ളതായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന സണ്ണി ജോസഫ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ ഈ ഒരു 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 ചേർത്തലയിൽ പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്രയും വ്രണിതമായി സംസാരിച്ചതായിരിക്കുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് അതിനെയൊക്കെ തടയാൻ, പ്രതിരോധിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കിട്ടിയതായിരിക്കുന്ന ഒരു ഉജ്ജ്വലനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. അത് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. നമ്മൾ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ KPCC പ്രസിഡന്റിൻ്റെ ഒരു മികച്ച പ്രതിച്ഛായ കൊണ്ട് മാത്രം 2 തവണ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി എന്നുള്ള നിലയിൽ UDF-നും കോൺഗ്രസിനും അടുത്ത തവണ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ഒരു പ്രതിച്ഛായ കൊണ്ട് മാത്രം അതിനു മുമ്പിൽ, അല്ലെങ്കിൽ പിന്നെ താങ്കൾ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? അതല്ലെങ്കിൽ ഒന്ന്, ഒരു KPC പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു UDF കൺവീനറോ അതല്ലെങ്കിൽ ഒരു മുൻ പ്രസിഡന്റോ മേലെയുള്ളവരോ മാത്രം വിചാരിച്ചാൽ പാർട്ടി അധികാരത്തിൽ വരില്ല. പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ പ്രയാണം ഉണ്ടാവണം. ആ ഒന്നിച്ചുള്ള പ്രയാണം കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പൊ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, പരസ്പരം എല്ലാ ആളുകളോടും സംസാരിച്ചിട്ടുണ്ട്. കൂട്ടായി എടുത്ത തീരുമാനമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ആ തീരുമാനം എന്തുകൊണ്ട് കൂട്ടായി എടുക്കേണ്ടി വന്നു? അത് പുതിയ ലീഡർഷിപ്പിന്റെ പുതിയ സമീപനമാണ്. നേരത്തെയും അത് സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ആ സമീപനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഇപ്പോ CPM-ഉം BJP എന്താ ചെയ്യുന്നത്? രണ്ടുപേർക്കും ഇടാവുന്നതായിരിക്കുന്ന ഒറ്റ ചെരുപ്പിനുള്ള അന്വേഷണത്തിലാണ് അവർ. 2 പാർട്ടിക്കും ഇടാവുന്നതായിരിക്കുന്ന ഒരു ചെരുപ്പിനുള്ള അന്വേഷണത്തിലാണ് അവർ. ഇനി ഒരു ചെരുപ്പല്ല എന്ന് വെച്ചോ, വോട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആവേശത്തോടു കൂടി ഈ സംസ്ഥാന അധ്യക്ഷന്മാർ രംഗത്ത് വന്ന് പറയും, ഞങ്ങൾ സുസജ്ജമാണ്, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കും. നിർഭാഗ്യവശാൽ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലാതെ അടിച്ചേൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഗൗരവത്തിൽ കാണുന്നില്ല. സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്നുള്ളത് വരെ ഞങ്ങൾ ആലോചിക്കും. ഇപ്പൊ BDJS-നെ കുറിച്ചാണ് ചർച്ച. അപ്പോ ഒരു കാര്യം മനസ്സിലായോ? 2 പേർക്കും പറ്റാവുന്നതായിരിക്കുന്ന ചെരുപ്പ് അന്വേഷിക്കണം. ഒരു തർക്കമില്ല, വളരെ കൃത്യമായിട്ടുള്ള അന്തർധാരയിലേക്ക് അവർ പോവുകയാണ്. പക്ഷേ നിലമ്പൂരിലെ ജനത ഇതിനെയൊക്കെ കവർ ചെയ്യും. നിങ്ങൾ എഴുതി വെച്ചോ, 25,000 അറൗണ്ട് ആവറേജ് വോട്ടിനും കേരള നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദം, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവിന്റെ ശബ്ദം ഷൗക്കത്തിലൂടെ കേരള അസംബ്ലിയിൽ മുഴങ്ങും. കേരളത്തിലെ ജനം അത് ആഗ്രഹിക്കും.
ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പം ഞങ്ങൾ പുതുതായി രൂപീകരിക്കപ്പെട്ടതായിരിക്കുന്ന 59 ബൂത്ത് ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഞങ്ങൾ ക്രമീകരിച്ചു. ഞാനും അതിന്റെ പ്രിപ്പറേഷൻ മീറ്റിങ്ങിലൊക്കെ പോയ ആളാണ്. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ നല്ലപോലെ വ്യാപൃതരായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനോ പ്രയാസങ്ങളോ ഇല്ല. UDF സുചിന്തിതമായിട്ടുള്ള വിജയം UDFനുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രോസസ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ കോൺസെൻട്രേഷൻ. ഞങ്ങളിപ്പോൾ ഓൾറെഡി വാർഡ് കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞു, 95% കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. വോട്ട് ചേർക്കൽ പ്രോസസ്സും അനുബന്ധ കാര്യങ്ങളും പാർട്ടി അടിസ്ഥാനത്തിൽ, മുന്നണി അടിസ്ഥാനത്തിൽ, ഇതെല്ലാം ഞങ്ങൾക്ക് പ്രതീക്ഷ വരുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമാണ്. ജനം ഈ ഗവൺമെന്റിനെതിരായി ഇപ്പോൾ ജീവനക്കാർ DA കുടിശ്ശിക, അവരുടെ ശമ്പള പരിഷ്കരണം, കേരളത്തിലെ PSC നിയമനത്തിൻ്റെ പ്രശ്നങ്ങൾ, കേരളത്തിലെ പിൻവാതിൽ നിയമനങ്ങൾ, കേരളത്തിൻ്റെ പൊതുമുതൽ അനാവശ്യമായി കേസുകൾക്ക് വരെ ഉപയോഗിക്കുന്ന സാഹചര്യം. ഈ ഗവൺമെന്റ് വാർഷികത്തിന് വേണ്ടി ചെലവഴിച്ചത് 100 കോടി രൂപ, അതിലധികം രൂപ. ഈ വയനാട്ടിലെ ദുരന്തബാധിതരായിരിക്കുന്ന ആളുകളുടെ വാടക കുടിശ്ശിക, അവരുടെ ദിനപത്ര കുടിശ്ശിക, അവരുടെ ചികിത്സാ കുടിശ്ശിക, ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് അവരുടെ ജീവനോപാധിക്കുള്ള പണം കൊടുത്തില്ല. ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ധൂർത്ത് കേരളത്തിൽ നടക്കണേ. എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടി. സർക്കാർ സർവീസ് ഏതൊക്കെ മേഖലയിലുണ്ടോ ആ സർവീസസിന്റെ മുഴുവൻ വിലയും കൂട്ടി. ഇനി കൂട്ടാനൊന്നുമില്ല. ഞങ്ങളതാണെന്ന് പറഞ്ഞതായിരിക്കുന്ന നാഷണൽ ഹൈവേ പൊളിഞ്ഞപ്പോ ഏറ്റെടുക്കാനൊറ്റ ആളുമില്ല. ഇതാണ് ഗവൺമെന്റ് സമീപനം. അപ്പോ ഈ ഗവൺമെന്റിനെ കൃത്യമായി ജനം വിലയിരുത്തുന്നുണ്ട്. രണ്ടാം പിണറായി, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, രണ്ടാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയില്ല എങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം പോലും പ്രതിസന്ധിയിലാണ് എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർക്ക് ബോധ്യമുണ്ട്. അത്തരമൊരു സാഹചര്യമാണ്. അതിനെ സ്വാംശീകരിച്ച് മുഴുവൻ ആളുകൾക്കും ആത്മവിശ്വാസം കൊടുക്കുക എന്നതാണ് കോൺഗ്രസ് UDF എടുക്കേണ്ട പ്രധാനപ്പെട്ട ധർമ്മം. ആ ധർമ്മം UDF ഏറ്റെടുക്കും. അതിൻ്റെ നിർവഹണം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷനായി മാറും. ശ്രീ പിണറായി വിജയൻ സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു വലിയ ക്യാൻവാസ് ഒരുക്കുകയാണ് നിലമ്പൂരിലെ ജനത. ഭരണവിരുദ്ധ വികാരങ്ങൾ ആളുകളിൽ ഈ താങ്കൾ പറഞ്ഞ പ്രശ്നങ്ങളാൽ ഉണ്ട് എങ്കിൽ അത് കോൺഗ്രസിന് മാത്രം ഒരു നേട്ടമായി മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്. ഇപ്പോൾ ഒരു മൂന്നാമതൊരു കക്ഷിയായിട്ട് BJPയുടെ ശക്തി പ്രാപിച്ചു വരുന്നൊരു ഘട്ടത്തിൽ അതിലേക്കും തിരിയാമല്ലോ ആ വോട്ട്. അത് കോൺഗ്രസിന് മാത്രം അല്ലെങ്കിൽ UDFന് മാത്രം ഗുണകരമാകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് പ്രതീക്ഷ. അതിൽ പ്രശ്നമുണ്ട്. BJPയുടെ അജണ്ടയും CPMന്റെ അജണ്ടയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. VS ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാം ഇത് രണ്ടും വ്യത്യാസമുണ്ട്, ഇവ രണ്ടും ഒരേ തൂവൽ പക്ഷികളാ. ചേർത്തല പ്രസംഗത്തോടു കൂടി കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനം മറ്റൊന്നല്ല, വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വേർഡിങ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? കേരളത്തിലെ വർഗീയപരമായിട്ടുള്ള ചേരിതിരിവിനെ പിന്തുണയ്ക്കുന്ന സമീപനം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്നുള്ളതാണ്. BJP ചെയ്യുന്ന അതേ പ്രവർത്തനത്തിന് ഇവർ നേതൃത്വം കൊടുക്കുക. അപ്പൊ ഇവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പൊ സെക്യുലർ ഐഡന്റിറ്റി ഉള്ളതായിരിക്കുന്ന ആളുകൾക്ക് അവിടെ കോൺഗ്രസ് UDF ബ്ലോക്ക് ഇവിടെ ഉണ്ട്. കമ്മ്യൂണൽ അജണ്ട ഫിക്സ് ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ ധ്രുവീകരണത്തിന് നേതൃത്വം എന്ത് മുനമ്പം പ്രശ്നം പരിഹരിക്കാതെ? UDF അധികാരത്തിൽ വന്നാൽ 10 ദിവസത്തിനകം മുനമ്പം പ്രശ്നം പരിഹരിക്കും. കപ്പാസിറ്റി ഉണ്ട്. വഖഫ് ബോർഡ് ആരുടെ കയ്യിലാ? മുനമ്പം കേരളത്തിലാ. ഇതിന്റെ എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുക്കാനുള്ള ഗവൺമെന്റ് ഇവരുടെ കയ്യിലുണ്ട്. എന്താ പരിഹരിക്കാതെ? അത് BJPക്ക് കാസക്ക് അവസരം കൊടുക്കുകയായിരുന്നു. കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് സൗകര്യം കൊടുക്കുകയായിരുന്നു. അവർ വിചാരിച്ചത് ഈ മലയോര മേഖലയിലും അല്ലാത്തതുമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൽ BJP കടന്നു കയറട്ടെ, അതുകൊണ്ട് ഞങ്ങളൊന്ന് സൈലന്റ് ആകാമെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു. അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള അവസരം ഇവരൊരുക്കുകയാണ്. ഈ അവസരമൊരുക്കലിനെതിരായി അത് അവരെ എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യവും കേസും നേരിടുന്ന കേസും ഒക്കെയാണ് അതിന്റെ പ്രധാന ഘടകം. പക്ഷേ ഞങ്ങൾ പറയുന്നു ജനം വിഡ്ഢികളല്ല. ജനം ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയവും
ഇവിടെ നടക്കുന്ന അധികാര ദുർവിനിയോഗവും ഇവിടെ നടക്കുന്ന പാട്രണേജ് പൊളിറ്റിക്സും, കമ്മ്യൂണൽ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പാട്രണേജ് പൊളിറ്റിക്സും, അതിനുവേണ്ടി ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തുന്ന സമീപനമൊക്കെ ജനം കൃത്യമായി വിലയിരുത്തും. ദിവസങ്ങൾക്ക് മുമ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് EDയുടെ ഒരു കുറ്റപത്രം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ CPM-നെ രൂക്ഷമായി വിമർശിക്കാൻ കോൺഗ്രസ് അതൊരു ആയുധമാക്കുന്നു. സ്വാഭാവികമാണ്, പ്രതിപക്ഷത്താണ്. പക്ഷേ താങ്കളടക്കം പ്രവർത്തിക്കുന്ന വയനാട് ജില്ലയിലാണ് സുൽത്താൻ ബത്തേരിയിൽ അർബൻ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ ഒരു വിവാദം ഉണ്ടായതും NM വിജയൻ എന്ന് പറയുന്ന താങ്കളുടെ എല്ലാം സഹപ്രവർത്തകനായിട്ടുള്ള ഒരു DCC ട്രഷറർ അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തു. അതിൽ പാർട്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടി താങ്കളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുടുംബമായിട്ട് സംസാരിക്കാനും അതിൻ്റെ പരിഹാരത്തിലെത്താനും വേണ്ടി. ആ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാക്കുന്ന ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയില്ലേ? വിജയേട്ടൻ്റെ മരണം ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള മരണമാണ്. അതിനുള്ള അഗാധമായിട്ടുള്ള ദുഃഖവും വേദനയും ഞങ്ങൾക്കുൾപ്പെടെ, ഒരു മാന്യനായ പൊതുപ്രവർത്തകനാണ് അദ്ദേഹം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ മരണശേഷം കോൺഗ്രസ് അവരെ കൈയൊഴിയല്ല ചെയ്തത്. ആ കുടുംബമായിട്ട് സംസാരിച്ചു, നമ്മൾ ചില കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു, ധാരണയിൽ ഞങ്ങൾ കൊണ്ടുപോകും. ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള നടപടികൾ പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് പൂർത്തീകരിക്കും. പറഞ്ഞ കാര്യങ്ങളിലുള്ള ധാരണകൾ പൂർത്തീകരിക്കാനുള്ള നടപടിയും പാർട്ടി സ്വീകരിക്കും. അതിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരു വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ആ കുടുംബത്തെ കൈവിട്ടു പോവല്ല ചെയ്തത്. കരുവന്നൂർ ബാങ്കിൽ പാർട്ടി ചെയ്തതായിരിക്കുന്ന കാര്യത്തിൽ പാർട്ടി കൈയൊഴിഞ്ഞങ്ങ് പോവുകയത്. ഞങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചില ധാരണകൾ ഉണ്ടാക്കി. ആ ധാരണകൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് ഞങ്ങൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്തി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതായാലും താങ്കൾ പങ്കുവച്ച പ്രതീക്ഷകളും കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളും ജനങ്ങൾ അംഗീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു.